രാഷ്ട്രീയത്തിൽ അത്യന്തം നാടകീയമായ നീക്കങ്ങളാണ് അരങ്ങേറുന്നത്. ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കവർന്ന സ്വർണ്ണക്കൊള്ളക്കാർ പിണറായി സർക്കാരിന്റെ സംരക്ഷണയിൽ വിലസുമ്പോൾ ഈ അഴിമതി പുറത്തുകൊണ്ടുവന്ന പ്രതിപക്ഷത്തെ വെട്ടിലാക്കാൻ പുതിയ ഗൂഢാലോചന നടക്കുന്നു. UDF കൺവീനർ അടൂർ പ്രകാശിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു എന്ന വാർത്ത വന്നതോടെ CPM കേന്ദ്രങ്ങൾ ആഘോഷത്തിലാണ്. എന്നാൽ ആവേശപ്പെടാൻ വരട്ടെ. ഭക്തരുടെ സ്വർണം കവർന്ന ദേവസ്വം ബോർഡ് അഴിമതി വീരന്മാരും അവർക്ക് കുടപിടിച്ച മന്ത്രിമാരും ജയിലിലേക്ക് നടക്കുമ്പോൾ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി സർക്കാർ ഇറക്കിയ അവസാനത്തെ തുറുപ്പുചീട്ടാണ് അടൂർ പ്രകാശ്. സത്യത്തിൽ ഇതൊരു പുകമറയാണ്. കാരണം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നത് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ്. എന്നാൽ എന്താണ് യാഥാർത്ഥ്യം? ആറ്റിങ്ങൽ MP ആയിരിക്കെ ഒരു പൊതുപരിപാടിയിൽ വെച്ച് ഒരാളെ പരിചയപ്പെട്ടുവെന്നത് എങ്ങനെയാണ് കുറ്റകൃത്യമാകുന്നത്? സോണിയാഗാന്ധിയെ കാണാൻ പോറ്റിക്ക് അപ്പോയിന്റ്മെന്റ് എടുത്ത് നൽകിയോ എന്നതാണ് SITയുടെ സംശയം. എന്നാൽ ഈ നീക്കം വെറും രാഷ്ട്രീയ നാടകമാണ്. ഒരു പ്രതിക്കൊപ്പം ഫോട്ടോയിൽ കണ്ടു എന്നതുകൊണ്ട് മാത്രം ആരും പ്രതിയാകില്ല. ഇക്കാര്യം കഴിഞ്ഞ ദിവസം VD സതീശൻ കൃത്യമായി പറഞ്ഞതാണ്. കല്യാണ വീടുകൾ, യാത്രകൾ തുടങ്ങി ഒരു രാഷ്ട്രീയക്കാരന്, ഒരു ജനപ്രതിനിധിക്ക് ചുറ്റും എപ്പോഴും ആളുകളുണ്ടാവും. അവരൊക്കെ ഫോട്ടോയും എടുക്കും എന്ന് കരുതി അതൊക്കെ കുറ്റമാകുമോ എന്നതായിരുന്നു സതീശന്റെ ചോദ്യം. അതുകൊണ്ട് തന്നെ കടകംപള്ളി സുരേന്ദ്രനെ പോലെ അഴിമതിക്ക് നേരിട്ട് നേതൃത്വം നൽകിയവർ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു ബാലൻസിംഗ് തന്ത്രം മാത്രമാണിത്. അതേസമയം ഈ കേസിൽ ഏറ്റവും ശ്രദ്ധേയമായത് രമേശ് ചെന്നിത്തലയുടെ നിലപാട് തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ SITക്ക് കൈമാറിയതും ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ടതും അദ്ദേഹമാണ്. സ്വന്തം മുന്നണിയിലെ ഒരു നേതാവിന് ഈ കൊള്ളയിൽ പങ്കുണ്ടായിരുന്നെങ്കിൽ ചെന്നിത്തല ഇത്രയും ശക്തമായ നിലപാട് എടുക്കുമായിരുന്നു. അഴിമതിക്കെതിരായ കോൺഗ്രസിന്റെ പോരാട്ടം അത്രമേൽ സത്യസന്ധമാണെന്നതിന്റെ തെളിവാണ് ചെന്നിത്തലയുടെ ഇടപെടൽ. ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, CPM നിയമിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ പത്മകുമാറും N വാസുവും ഇന്ന് അഴിമതി കേസിൽ ജയിലിലാണ്. ഭഗവാന്റെ സ്വർണം കവർന്ന കള്ളന്മാരാണ് നവോത്ഥാനം പ്രസംഗിച്ചുകൊണ്ട് വിശ്വാസികളെ അടിച്ചമർത്താൻ നോക്കിയതെന്ന് ഇന്ന് തെളിഞ്ഞിരിക്കുന്നു. ഇതിന്റെ ഗുണഭോക്താക്കൾ CPMലെ വമ്പന്മാരാണെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ഇപ്പോൾ ഒരു കോൺഗ്രസ് നേതാവിന്റെ പേര് വലിച്ചിഴച്ച് അന്വേഷണത്തെ വഴിതിരിച്ചുവിടാൻ സർക്കാർ ശ്രമിക്കുന്നത്. ഒരു വശത്ത് സ്വർണ്ണക്കടത്ത് കേസിലെ കരിനിഴലിൽ മുഖ്യമന്ത്രി നിൽക്കുന്നു. മറുവശത്ത് ശബരിമല യുവതി പ്രവേശന വിഷയം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പൊടി തട്ടിയെടുക്കുന്നു. സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളിയെ പോലെയുള്ള വിശ്വസ്തർ കുടുങ്ങുന്നു. ഈ തടികേടാക്കൽ ഒഴിവാക്കാൻ അടൂർ പ്രകാശിനെ ബലിയാടാക്കാമെന്ന് മുഖ്യമന്ത്രി കരുതുന്നുണ്ടെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമാണ്. കോൺഗ്രസ് ഈ കേസിനെ രാഷ്ട്രീയമായി നേരിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തതുകൊണ്ട് കോൺഗ്രസിന്റെ ഈ പോരാട്ടം നിൽക്കില്ല, മറിച്ച് കൂടുതൽ ശക്തമാവുകയുള്ളൂ.